അസ്സലാമു നമസ്കാരം. CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് 10 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന നിങ്ങൾ ഈ കാണുന്ന നല്ലൊരു സൂപ്പർ വീടാണ് കേട്ടോ. ജലലഭ്യതക്കായിട്ട് വെള്ളം വറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറാണുള്ളത്. ഇതാണ് ഇതിലേക്കുള്ള വഴി. തൊട്ട് മുന്നിലൂടെ ആയിട്ട് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് കടന്നു പോകുന്നുണ്ട്. വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നിരവധി അയൽവാസികളുണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. വലിയൊരു പഴക്കമില്ലാത്തൊരു വീടാണ്. ഇതിൻ്റെ എലിവേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ടും നല്ല റൂഫിംഗ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഒരു കോട്ട് വൈറ്റ് പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഇനി ഒരു കളർഫുൾ പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്ത് ഈ സൺഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഡിസൈൻ വർക്ക് ചെയ്തതാണ്. അവിടെ ഓപ്പോസിറ്റ് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല അട്രാക്ഷനുള്ള നല്ലൊരു വീടായി. ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഏരിയ ഇതുപോലെ റബ്ബറാണ് വെച്ചിട്ടുള്ളത്. റബ്ബർ തോട്ടാണ്. ജനൽപ്പൊളികളും വാതിൽപ്പൊളികളും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കോട്ട് പോളിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി. ഇത് ഇവിടെ ഫസ്റ്റ് കാണുന്നത് വലിയൊരു കാർ പോർച്ചാണ്. കാർ പോർച്ചിൻ്റെ റൂഫ് പുതിയ മോഡൽ നല്ല ഷേപ്പിലുള്ള റൂഫാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഉമ്മറത്തായിട്ട് മുൻഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ഷീറ്റിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് വീട്ടിലെ സിറ്റ് ഔട്ട്. വീടിൻ്റെ ഫ്ലോറിംഗ് മുഴുവനായിട്ട് 2x2 2 സൈഡ്സിലുള്ള വെട്രിഫൈഡ് മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. സിറ്റിംഗ് ഏരിയ ഗ്രാനൈറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള പീസാണ്. ഈ ചെറിയ ഇതല്ല, സ്ലാബ് വെച്ചിട്ട് സ്ലാബിൻ്റെ പീസ് വെച്ചിട്ടാണ് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫില്ലറ്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ വാള് ചുമര് മുഴുവനായിട്ട് സെറാമിക് ടൈല്, നല്ല നാച്ചുറൽ സ്റ്റോൺ ലുക്ക് വരുന്ന നല്ല സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ പുറത്തേക്കുള്ളൊരു വ്യൂ ആണത്. അത്യാവശ്യം നല്ല മുറ്റൊക്കെ ഉണ്ട്. നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. നിരന്ന പ്രദേശമാണ്. നേരെ മുന്നിലൂടെ ആയിട്ട് കോൺക്രീറ്റ് റോഡുണ്ട്. ഇതാണ് വീട്ടിലെ മെയിൻ ഡോറ്. ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല പുതിയ രീതിയിലുള്ള നല്ല വുഡൻ ഡോറാണ് ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹാളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ഒന്നും കൂടെ നല്ല കളർഫുൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഷോ ആയി വീട്. റോമൻ രീതിയിലുള്ള കർട്ടണുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റക്കള്ളി വിൻഡോസാണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ചുമരിൽ നല്ലൊരു ഷോ കേസ് ഉണ്ട്. ഇതിൽ ഗ്ലാസ്സൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയാവും. ഈ ഭാഗത്തായിട്ട് ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഫ്ലോറിംഗ് മുഴുവനായിട്ട് നല്ല ഐവറി ക്രീം ഷെയ്ഡിലുള്ള വെട്രിഫൈഡ് മാർബോണൈറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഹാളിൽ നിന്ന് ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെയർ. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോക്സ് ടൈപ്പില്ല നല്ലൊരു വാഷ് ബേസിൻ. മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം നല്ല സൈസിലുള്ള 12x11 സൈസിൽ വരുന്ന നല്ല വലിയ രീതിയിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. കർട്ടനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഡോറെല്ലാം നല്ല പുതിയ രീതിയിലുള്ള നല്ല ഫൈബർ ഡോറാണ് വെച്ചിട്ടുള്ളത്. ബാത്റൂമിലെ ചുമരിൽ മുഴുവനായിട്ട് നല്ല പുതിയ മോഡൽ സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ
യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത്. 1200 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു 10, 11, 12, 11 സൈസിൽ വരുന്ന റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിയ റൂമുകൾ തന്നെയാണ്. മുകൾ ഭാഗത്തൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ. ഇനി ഇത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം. ഇങ്ങനെ 3 ബെഡ്റൂം ഉണ്ട്. അതിലൊരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളത്. ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം. നല്ല വെള്ളം വറ്റാത്ത നല്ലൊരു കിണറാണ്. വലിയ താഴ്ചയൊന്നുമില്ല. ഇവിടെ ഒരു അലക്കുകല്ല് ഉള്ള ഭാഗം, ഉള്ള 10 സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയറായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ, വിശേഷങ്ങൾ. 10 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന ടെറസിട്ട നല്ലൊരു വീട്. വീട് നിങ്ങൾ കണ്ടില്ലേ, മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഫുള്ള് ഷീറ്റൊക്കെ ഇട്ടുണ്ട്. അത്യാവശ്യം നല്ല പൈസ ചെലവാക്കിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറുണ്ട്. സ്ഥലം നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ്. താമസിക്കാൻ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. കൂടുതൽ ആളുകൾ റഷായിട്ട് താമസിക്കാതെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു നല്ലൊരു ഏകാന്തതയിൽ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ചോദിക്കുന്നത് 32 ലക്ഷം രൂപയാണ്. 10 സെന്റ് സ്ഥലവും ഈ ഒരു 1200 സ്ക്വയർ ഫീറ്റ് വരുന്ന നിങ്ങൾ ഈ കണ്ട വീടിനും 32 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്.
ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി ടു വണ്ടൂർ റൂട്ടില്, പാണ്ടിക്കാട് റൂട്ടിൽ കുട്ടിപ്പാറ ചാരങ്കാവ് വണ്ടൂർ റൂട്ടില് ചാരങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ചാരങ്കാവ് അങ്ങാടിയിൽ നിന്നും ഒരു 1.25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുവണ്ണൂര്, കോഴിക്കോട് ഭാഗത്തുള്ള ചെറുവണ്ണൂരല്ല, മഞ്ചേരി കുട്ടിപ്പാറ ഭാഗത്തുള്ള ചെറുവണ്ണൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തായിട്ട് ഒരു വലിയ മുസ്ലിം ജുമാ മസ്ജിദ് ഉണ്ട്. ഒരു കിലോമീറ്ററിന്റെ അപ്പുറത്തായിട്ട് 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു വീട്. വില 32 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കോളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.